ഓ മാൻ, ഞാൻ ഈ മുടിയൊക്കെ ചീപ്പി ഒതുക്കി എവിടെ പോകണമെന്നാവും. ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകാനാണ് ഈ മുടിയൊക്കെ ചീപ്പി ഒതുക്കുന്നത്. കുറച്ച് ലേറ്റായിപ്പോയി. ശരത്തേട്ടന് വെള്ളം എടുക്കാൻ വേണ്ടി പോയി. തിരിഞ്ഞൊന്ന് നോക്കിയപ്പം റൂമിൽ കജൂർ ഇരിക്കുന്നു. പിന്നെ അതും തിന്നിട്ട് പോകാമെന്ന് വിചാരിച്ച്. അമല് കൊണ്ടുവച്ചേ ആർക്കാണെങ്കിലും എടുത്ത് കഴിക്കാം. അന്ന് സീനുള്ള കാര്യമല്ല. പെട്ടെന്ന് ഓടിപ്പോകണം, അല്ലെങ്കിൽ ടീം പിരിച്ച് കളി തുടങ്ങി കാണും. എനിക്ക് തോന്നുന്നു പാതിയായി കാണും കളി. ഞാനിവിടെ നിന്ന് ഓടിച്ചാടി പോകുമ്പോൾ എന്നെ ടീമിലെടുക്കുമെന്തോ. ടീമിലെടുത്തില്ലെങ്കിൽ ശരത്തേട്ടൻ എൻ്റെ വായിൽ നല്ലത് കേൾക്കും. ശരത്തേട്ടന് തെറി കളിക്കേണ്ടി വന്നില്ല. ഭാഗ്യത്തിന് കളി തുടങ്ങിയതേ ഉള്ളൂ. ഞാനൊരു ടീമിൽ കയറി കേട്ടാ. ഇത് നൗഫർക്ക് അടുത്ത ബാറ്റിങ്ങിന് കയറാൻ വേണ്ടി കുത്തിയിരിക്കുകയാണ് പ്രാർത്ഥനയോടുകൂടി. ഇത് സുബിനും സെയിം തന്നെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണ്. എൻ്റെ മോനെ, ബാറ്റ് പിടിക്കാറിനടുത്ത ശരത്തേട്ടന് ബാറ്റിംഗ് കിട്ടി. എനിക്ക് എന്നിട്ട് കഴിഞ്ഞ ബാറ്റിംഗ് കിട്ടിയില്ല. ശരത്തേട്ടൻ ബാറ്റിങ്ങിന് ഇറങ്ങിയ വള്ളം കളി. അപ്പോൾ പിന്നെ ഫീൽഡിങ്ങിന് ഇറങ്ങിയാലോ? ഫീൽഡിങ്ങിന് ഇറങ്ങിയതാ ഇതാണ് ഭരതനാട്യം കുച്ചിപ്പുടി ഗ്രൗണ്ടിൽ കിടന്ന്. ബാളും ശരിയല്ല, പിച്ചും ശരിയല്ല, ബാറ്റും ശരിയല്ല. അതുകൊണ്ട് ടച്ചും കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് നല്ലോണം ബാറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇടതും വലതും ഒക്കെ നിന്ന് അടിച്ചു നോക്കി. കാറ്റല്ലാതെ വേറൊന്നും വരുന്നില്ല. ബട്ട് അത് എൻ്റെ മിസ്റ്റേക്കല്ല, ബാറ്റിൻ്റെയും ബാളിൻ്റെയും മിസ്റ്റേക്കാണ്. നേരെ ഇരുട്ടായി. എല്ലാവർക്കും റൂമിൽ പോകണം. അപ്പം നമ്മൾ ഇന്നത്തെ കളി നിർത്തി. ഞാനാണെങ്കിൽ ശരത്തേട്ടൻ്റെ സൈക്കിളും എടുത്ത് ഒരേ ചവിട്ട്. ചേട്ടന്മാരെ വഴിയിൽ നിന്ന് മാറേ, സൈക്കിളിന് ബെല്ലും ബ്രേക്കും ഒന്നുമില്ല. ഈ നടന്നു പോകണേണ് നമ്മളെ ക്രിക്കറ്റ് കളിക്കാൻ പോണ ഗ്യാങ്. അപ്പം നമ്മളെ ഗ്യാങ്ങിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ എന്തായാലും നാളെ മറ്റന്നാളെ അതിൻ്റെ പിറ്റേന്നാ വേറൊരു അലമ്പ വീഡിയോ ആയിട്ട് പിന്നെ എത്താം.